ഫീൽ ആണ് ഉണ്ടാവുക. എന്നുവെച്ചാൽ അത് കാണുമ്പോൾ റോപ്പ് ഇങ്ങനെ പിരിഞ്ഞു കിടക്കുന്ന പോലെയാണ് നമ്മുടെ ചെയിൻ സ്റ്റിച്ച് വരുന്നത്. പിന്നെ നമ്മുടെ ചെയിൻ സ്റ്റിച്ച് ചൈനീസ് ട്രഡീഷണൽ സ്റ്റിച്ചും ആണ്. പിന്നെ നമുക്ക് ചെയിൻ സ്റ്റിച്ച് നമുക്ക് റണ്ണിങ് മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് നെക്ക് ഡിസൈൻസ് ഒക്കെ ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ട് കുറെ ഉണ്ട് ചെയ്യാൻ. അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ചെയിൻ സ്റ്റിച്ച് നമുക്ക് എല്ലാം ഏത് എംബ്രോയിഡറി ഡിസൈൻസ് ചുരിദാറിന്റെ ആയാലും കുർത്തേന്റെ ആയാലും നമുക്ക് എടുത്ത് നോക്കുമ്പോൾ ചെയിൻ സ്റ്റിച്ച് എല്ലാം മിക്ക എംബ്രോയിഡറി ഡിസൈൻസിലും ഉണ്ടാവും. അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ഈ ചെയിൻ സ്റ്റിച്ച് എങ്ങനെ ചെയ്യാന്ന് നോക്കാം. അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ചെയിൻ സ്റ്റിച്ച് ആണ്. ഞാൻ അന്ന് തന്നെ കാട്ടാൻ പോകുന്നത് 6 strands വെച്ചിട്ടുള്ള നൂലെടുത്തിട്ട് ഹെവി ചെയിൻ സ്റ്റിച്ച് ആണ്. ഇവിടെ 6 strands നൂലെടുത്തു, 1 സൈഡാണ് കെട്ടിയിട്ടുള്ളത്. നമുക്ക് നമ്മുടെ ലൈനിന്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് കുത്താം. എന്നിട്ട് ഇപ്പൊ നമ്മൾ കുത്തിയെടുത്തതിന്റെ അടുത്ത് തന്നെ അധികം ഡിസ്റ്റൻസിലാണ്ട് മുകളിലേക്ക് കുത്താം. നമ്മളുടെ ഈ നൂല് ഈ സൂചിന്റെ താഴത്തേക്ക് കൊണ്ടുവരാം. നമുക്ക് ഇതുപോലെ തന്നെ ഇനി ഇതിന്റെ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ചിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഇതേ ഡിസ്റ്റൻസ് ഇട്ട് നമുക്ക് സൂചി എടുക്കാം. നൂല് താഴത്തേക്ക് കൊണ്ടുവരാം. ഇനിയിപ്പോൾ നമുക്ക് ഇനി നീളത്തിലാണ് വേണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി അകത്തി സൂചി കുത്താം. അപ്പം നമുക്ക് നീളത്തിൽ കിട്ടും. ഇതിപ്പോൾ നമുക്ക് റൗണ്ട് ആണെങ്കിൽ നമ്മൾ അധികം ഡിസ്റ്റൻസ് ഇടരുത്. നമ്മൾ ചെയിൻ സ്റ്റിച്ച് കഴിഞ്ഞു. നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് ചെയിൻ സ്റ്റിച്ച് തന്നെ നമ്മൾ ചെറുതായിട്ട് 3 strands വെച്ചിട്ടാണ് ചെയ്യുന്നത്. 1 സൈഡ് മാത്രം കെട്ടിയിട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിലിപ്പോൾ 3 strands വെച്ച് ഇതിപ്പോൾ നമ്മൾ 6 strands വെച്ചിട്ട് ഹെവിയാണ് ചെയ്തത്. നമുക്ക് ലൈറ്റായിട്ട് നെക്ക് ഡിസൈൻസിനോ ഇല്ലെങ്കിൽ ട്രീസിൻ്റെ ഒക്കെ ഡിസൈൻസിനൊക്കെ നമ്മൾ ഇതാണ് എടുക്കുക. നമുക്കപ്പോൾ നൈസായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഈ തിന്നായിട്ടുള്ളത് ട്രീൻ്റെ ബ്രാഞ്ചസ് ചെയ്യാനും പിന്നെ ഫ്ലവേഴ്സിൻ്റെ അകമൊക്കെ ഫില്ല് ചെയ്യാനും പിന്നെ ഫ്ലവേഴ്സിൻ്റെ ബോർഡർ ഒക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ തിന്നായിട്ടുള്ള ചെയിൻ സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇതുപോലെ തന്നെയാണ് നമ്മൾ തിന്നായിട്ടുള്ളത് ചെയ്യുന്നത്. 3 strands ഇട്ട് ചെയ്യണു എന്ന് മാത്രമേ ഉള്ളൂ. മുകളിലേക്ക് കുത്തിയെടുക്കാം.
ഫ്രണ്ട്സ് നമുക്കിപ്പോൾ നമ്മളുടെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ 3 സ്റ്റാൻഡ്സ് വെച്ചിട്ടാണ് ഈ ചെയിൻ സ്റ്റിച്ച് ചെയ്തത്. പിന്നെ നമുക്ക് ചെയിൻ സ്റ്റിച്ച് 10 ടൈപ്സ് ഓഫ് ചെയിൻ സ്റ്റിച്ച് ഉണ്ട്. പിന്നെ നമുക്ക് ചെയിൻ സ്റ്റിച്ച് വിത്ത് നോട്ടഡ് സ്റ്റിച്ചസും 10 or above ടൈപ്സ് ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ 2 ചെയിൻ സ്റ്റിച്ചസ് പഠിച്ചു. ഇനി നമ്മൾ ക്ലോത്തിലേക്ക് ഒരു ഡിസൈൻ നമ്മൾ ട്രേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ട്രേസ് ചെയ്യണമെന്നുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമ്മളിപ്പോൾ ആദ്യം ചെയ്യുന്നത് 3ൻ്റെ ഈ പോർഷനാണ്. ആ പോർഷൻ നമ്മൾ എടുക്കുന്നത് 6 സ്ട്രാൻഡ്സ് ത്രെഡാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കുത്താം. നമ്മളിപ്പോൾ ട്രീൻ്റെ ഈ പോർഷനാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇവിടെ ഹെവി ആയിട്ട് 6 സ്റ്റാൻഡ്സ് വെച്ചാണ് ചെയ്തത്. നമ്മൾ ഇങ്ങോട്ടുള്ള ബ്രാഞ്ചസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ തിന്ന ആയതുകൊണ്ട് തന്നെ നമ്മൾ 3 സ്റ്റാൻഡ്സ് ആണ് നൂലെടുത്തത്. നമുക്ക് ഇവിടെ കുത്തിയോ പിന്നെ ഇങ്ങനെ തന്നെ ഇങ്ങനെ പോവാം. ഞാൻ അതുകൊണ്ട് ഇവിടെ തന്നെയാണ് കുത്തുന്നത്. ബ്രാഞ്ച് കഴിഞ്ഞു. നമുക്ക് ഈ ലീഫ് ഉണ്ട്. അപ്പം ഞാൻ ലീഫ് വെച്ചിട്ട് ഡെക്കറേറ്റീവ് ആക്കാൻ വേണ്ടി ഞാൻ പല കളേഴ്സാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ ഒരു ഓറഞ്ചിൻ്റെ തന്നെ 3 സ്റ്റാൻഡ്സ് ആണ് നൂലെടുത്തത്. നമുക്ക് ഇവിടെ നിർത്തി നൂല് ഇവിടെ ഇപ്പം നിർത്തി നമ്മൾ കുത്തി താരത്തേക്ക് എടുത്തു കൊടുത്തത് തന്നെ നമുക്ക് ഈ നൂല് മുകളിലേക്ക് എടുക്കാം.
ബോർഡർ കഴിഞ്ഞു. നമുക്ക് ഇങ്ങനെ അകത്ത് ഫില്ല് ചെയ്യാം. നമ്മളിപ്പോൾ ഈ ലീഫിൻ്റെ അകം ഇങ്ങനെ ഫില്ല് ചെയ്തു. നമുക്ക് ഈ താഴത്തേക്ക് സൂചി കുത്തി വെക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബ്രാഞ്ചസ് ഒക്കെ ഇങ്ങനെ തിന്നായതുകൊണ്ട് തന്നെ 3 strands വെച്ച് ഈ ബ്രാഞ്ചസ് ഒക്കെ ചെയ്യാം. ഈ ഭാഗം മാത്രം 6 strands വെച്ച് നമുക്ക് ചെയ്യാൻ ചെയ്ത് നമ്മുടെ ട്രീൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്, റൂട്ടാണ്. അപ്പോൾ അവിടെ തിക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് 6 strands ചെയ്യാം. ബാക്കി പിന്നെ ഈ ലീവ്സ് ഒക്കെ നമുക്ക് കളർഫുൾ ആക്കാൻ വേണ്ടി നമുക്ക് പല കളേഴ്സും വെച്ച് നമുക്ക് ഈ 3 strands തന്നെ നൂല് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ ട്രീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് റെക്കോർഡ് ബുക്കിലേക്ക് ഒട്ടിക്കാം. പിന്നെ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞു, ഇവിടെ ഞാൻ ലീവ്സ് ഒക്കെ കളർഫുൾ ആക്കാൻ വേണ്ടി ഡിഫറെൻറ്റ് കളേഴ്സാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തത്. അപ്പോൾ അങ്ങനെ നമ്മുടെ കളർഫുൾ ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുള്ള ട്രീ ഇവിടെ റെഡിയായി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ചെയ്തത് ചെയിൻ സ്റ്റിച്ച് ആണ്. പിന്നെ ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്ത് ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു ട്രീയും ചെയ്തുകൊണ്ട് നമ്മളെ റെക്കോർഡ് ബുക്കിലേക്ക് സ്റ്റിക്ക് ചെയ്യാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ഹെവി ആയിട്ട് ചെയ്യുമ്പോൾ 6 strands ആണ് നമ്മൾ നൂലെടുക്കുന്നത്. അപ്പം ഞാൻ ഇവിടുത്തെ റൂട്ട് എടുത്തത് 6 strands നൂല് വെച്ചിട്ടാണ്. പിന്നെ ഞാൻ ഇവിടുത്തെ അതിലേക്ക് പാസ് ചെയ്യണ ബ്രാഞ്ചസ് ഒക്കെ ഞാൻ 3 strands ആണ് എടുത്തത്. പിന്നെ ഒരു കളർഫുൾ ആയിട്ടിരിക്കാൻ വേണ്ടി ഞാൻ ലീവ്സ് ഒക്കെ പല കളേഴ്സാണ് എടുത്തത്. അതും 3 strands വെച്ചാണ് ചെയിൻ സ്റ്റിച്ചാണ് ചെയ്തത്. 3 മൊത്തം ചെയിൻ സ്റ്റിച്ച് തന്നെയാണ്, വേറെ സ്റ്റിച്ചസ് ഒന്നുമില്ല. പിന്നെ ഫ്രണ്ട്സ്, നമ്മൾ ചെയിൻ സ്റ്റിച്ച് വെച്ച് ഞാൻ ഇപ്പോൾ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്, ദുപ്പട്ട വർക്കൊക്കെ 1-2 ഷോളിൽ ചെയ്യുന്നത്. അപ്പോൾ ഞാനത് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അത് വെച്ച് ചെയ്യണ ഡിസൈൻസ് നിങ്ങൾക്ക് കാട്ടുന്നതാണ്. പിന്നെ ദുപ്പട്ട മാത്രമല്ല, നമുക്ക് നെക്ക് ഡിസൈൻസ് ആയാലും ഇപ്പോൾ കുർത്തേൻ്റെ ചെസ്റ്റ് പോർഷൻ ആയാലും അവിടെയൊക്കെ നമുക്ക് നല്ല ഭംഗിയിൽ ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്ത് കുറേ ഡിസൈൻസ് നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഫ്രണ്ട്സ്, നമുക്ക് ചെയിൻ സ്റ്റിച്ചിൽ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ചെയിൻ സ്റ്റിച്ചസ് വരുന്നുണ്ട്. 10 or above ചെയിൻ സ്റ്റിച്ചസ് തന്നെ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അപ്പം ഞാൻ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ആൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യും വേണം. അപ്പം ഞാൻ ഇടുന്ന ഓരോ വെറൈറ്റി വീഡിയോസും നിങ്ങളിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഇനി ഒരു അടിപൊളി വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ബൈ ഫ്രണ്ട്സ്.